ഞങ്ങൾ ഈ പോകുന്നത് ഐസ്ക്രീം കഴിക്കാനാണ്. മിശ്രബിൽ ഐസ്ക്രീം ഗാലറിയിലേക്കാണ് പോകുന്നത്. ഐസക്കിന്റെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ എൻട്രി ഫീസ് 15 റിയാൽ പെർ പേഴ്സൺ ആണ്. ഇങ്ങനെ ഒരു ടാഗ് വരും കേട്ടോ. ഇത് കെട്ടിയിട്ട് ഇത് കാണിച്ചാൽ മതി അകത്തേക്ക് പോകാനായിട്ട്. ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് 2 കൂപ്പൺ കിട്ടും കേട്ടോ. ഇത് യൂസ് ആക്കിയാൽ നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. പക്ഷെ ഒരു ഗെയിം കളിക്കണമെങ്കിൽ തന്നെ 2 കൂപ്പൺ വേണം കേട്ടോ. കൂപ്പൺ വെച്ച് ഗെയിം കളിച്ച് നമുക്ക് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ഐസ്ക്രീം കിട്ടുക. പക്ഷെ ഞാൻ 2 ഗെയിം കളിച്ചെങ്കിലും 2ലും ഞാൻ ജയിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം ഫ്രീ ആയിട്ട് കിട്ടില്ല. പക്ഷെ ഇവിടെ വരെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫെറർ റോഷറിന്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചേ. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ഫേസ് പെയിന്റിങ്, വേറെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറെ വെറൈറ്റി ഐസ്ക്രീം ഒക്കെ ഉണ്ട്. ഒരുപാട് വലിയ സ്പേസ് ഒന്നും അല്ല, എങ്കിലും ഉള്ള ഏരിയ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ദ ഹാങ് ഔട്ടും ഉണ്ട്. ഇതൊരു കൺസോൾ ഗെയിമിംഗ് ഏരിയ ആണ്. ഇവിടെ 25 ഖത്തർ റിയാൽ ആണ് കേട്ടോ ഫോർ 30 മിനിറ്റ്സ്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. ഡിന്നർ ഇന്ന് കോൺ പുട്ടും ബീഫ് കറിയാണ്. ഐസക്കിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പുട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുട്ട് എന്നും വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്ന പുട്ടുപൊടിയാണ്. പിന്നെ ഈ ബീഫ് ട്രെൻഡിങ് ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയന്റ് ബീഫില്ലേ, അതാണ് നമ്മൾ വെച്ചത്. നമുക്ക് ഐസക്കിനോട് തന്നെ ചോദിക്കാം അത് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇവിടെ തീരാണ്.